ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഐഷൂസ് കിച്ചൻ. ഞാനിന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഹൽവ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കായ് ഹൽവയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കിലോ പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി, 1/2 കിലോ പഞ്ചസാര, 100 ഗ്രാം ഗീ, പിന്നെ പഴം അരക്കാൻ ആവശ്യമായ വെള്ളം, പിന്നെ വേണ്ടത് ഒരു 1/2 കപ്പ് വെളിച്ചെണ്ണ. ഇനി നമുക്ക് പഴം അരിച്ചെടുക്കാം. അതിനുവേണ്ടി പഴം ജ്യൂസ് ജാറിൽ ഇട്ട് കൊടുക്കാം. ശേഷം അതിലേക്ക് അരയാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കാം. അരയാൻ ആവശ്യമായ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതാ പഴം നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ 3 പ്രാവശ്യമായിട്ടാണ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഫ്ലെയിം ഓണാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കാം. പിന്നീട് നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ശേഷം ഗീ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് എടുത്തു വെച്ചിരിക്കുന്ന ഉപ്പും ഏലക്കപ്പൊടിയും ഇട്ട് കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഉപ്പിട്ട് കൊടുത്തത്. അപ്പോൾ ഇതാ പഴത്തിൻ്റെ കളറ് മാറിയിട്ടുണ്ട്. ഇത് പാനിൽ നിന്ന് വിട്ടുവരുന്നതാണ് ഇതിൻ്റെ കറക്റ്റ് പരിവം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും ബദാമും പിസ്ത പൊടിച്ചതും ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് ട്രേ ആണ്. നിങ്ങൾക്ക് സ്റ്റീലിന്റെ തളിക ഉണ്ടെങ്കിൽ അതിൽ ഓയിൽ പുരട്ടി അതിൽ നിരത്തി കൊടുത്താൽ മതി. എൻ്റെ അടുത്ത് സ്റ്റീലിൻ്റെത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ ഈ ട്രേ എടുത്തത്. ഇതിൽ ഓയിൽ തടവിക്കൊടുത്ത് ഇതിലേക്ക് നിരത്തി കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇത് അടിപൊളിയായിട്ടുള്ള കായ് ഹൽവ റെഡിയായിട്ടുണ്ട്. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.